കേട്ടില്ലേ? നിങ്ങളുടെ അമ്മമാരെല്ലാം ഓണപ്പാട്ട് ഓണക്കഥയൊക്കെ പറഞ്ഞതല്ലേ? എന്ന് ഈ കിടുക്കൻ വീട്ടിലൂടെ ഞാൻ നിങ്ങൾക്കൊരു ഓണക്കഥ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഒരിക്കൽ ഒരു സ്ഥലത്ത് രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. അവരുടെ പേരാണ് പാറുവും ചിന്നും. അവരുടെ വീട്ടിൽ ഒരു ദിവസം ഓണം വന്നു. അപ്പോൾ ചിന്നുവിന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നു. ചിന്നുവിന് കുറെ മിഠായൊക്കെ അച്ഛൻ തന്നു. ചിന്നു പാറുവിനോട് പറഞ്ഞു. അപ്പൊ ചിന്നു പറഞ്ഞു, എന്റെ അച്ഛൻ എനിക്ക് മുല്ലപ്പൂവൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു, തൃക്കാക്കരയപ്പനെ. അപ്പൊ പാറു ചോദിച്ചു, അയ്യേ, ആരെങ്കിലും തൃക്കാക്കരയപ്പനെ കടയിൽ നിന്ന് വാങ്ങിക്കോ? ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന മണ്ണുകൊണ്ട് നല്ല തൃക്കാക്കരയപ്പനെ വെച്ചേക്കണേ, ഞാൻ കാണിച്ചു തരാം വാ എന്ന് പറഞ്ഞ് പാറുവിനെ ചിന്നുവിനെ പാറുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. നോക്കിയപ്പോ എന്താ നല്ല മണ്ണൊടിക്കാൻ നല്ലൊരു തൃക്കാക്കരയപ്പൻ. അപ്പൊ അങ്ങോട്ട് നോക്കിയപ്പോഴോ ആട്ടുകല്ലും നല്ല ഓരോ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു. അപ്പൊ ചിന്നു നല്ല ഇഷ്ടായി. അപ്പൊ അപ്പുറത്തേക്ക് നോക്കിയപ്പോഴോ മുടിയൊക്കെ ചുറ്റി നല്ല കാര്യമൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അമ്മൂമ്മ അവിടെ മണ്ണോണ്ട് വെച്ചിരിക്കുന്നു. അപ്പൊ പാറുവിന്റെ അമ്മൂമ്മ പാറുവിനോട് ചിന്നുവിനോട് ഒരു കാര്യം ചോദിച്ചു. അതെ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഓണം വന്നു, നിങ്ങളുടെ വീട്ടിൽ മാവേലി വന്നോ? വരും, അത് നാളെ വരും എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മാവേലി കണ്ടല്ലോ? ഉണ്ടല്ലോ. എവിടെയാ കണ്ടേക്കണേ? ടിവിയില് എങ്ങനെയാണ് കണ്ടേക്കണേ? അമ്മക്ക് പറഞ്ഞുതരൂ. അവർ പറഞ്ഞു, നല്ല പത്തുമുണ്ടും കയ്യിലൊരോളക്കൂടെയും തലയിൽ നല്ലൊരു കിരീടവും ഒരു മത്തങ്ങ പോലെയുള്ള ഒരു വയറും നല്ല മീശയൊക്കെ വെച്ചിട്ടുള്ള സുന്ദരൻ മാവേലി. അപ്പൊ അമ്മമ്മ ഒരൊറ്റ ചിരി, ഇതാണോ മാവേലി? എന്താണ് സാരില്ല. അപ്പൊ പാറുവിനും ചിന്നുവിനും സംശയം വന്നു. അപ്പൊ മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി മാവേലി വിമാനത്തിനാണോ വയ്യ? അല്ല. അപ്പൊ മുത്തശ്ശി പറഞ്ഞു കൊടുത്തു അന്നത്തെ കഥ. ഒരു ദിവസം വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് വേണമെന്ന് ചോദിച്ചു. അപ്പോ മഹാബലി പറഞ്ഞു തരാമെന്ന്. ഒരടി അടിച്ചപ്പോൾ ലോകം മുഴുവൻ വന്നു. 2ാമത്തെ അടി അടിച്ചപ്പോഴോ ആഘോഷവും പിളർന്നു. 3ാമത്തെ അടി അടിക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ മഹാബലി തന്റെ തല താഴ്ത്തിയിട്ട് പറഞ്ഞു, 3ാമത്തെ അടി എന്റെ തലയിലാവട്ടെ. അപ്പോൾ വാമൻ വലിയൊരു വാമനായി മഹാബലിയുടെ തലയിലേക്ക് വാമൻ കാലെടുത്ത് വെച്ച് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. അപ്പൊ ഒരു കാര്യം ചോദിച്ചിരുന്നു വാമനോട്. എല്ലാ വർഷവും ഓണത്തിന് ഒരു ദിവസം എന്നെ സ്നേഹമുള്ള പ്രജകളെ കാണാൻ വിടണം. വാമനൻ സമ്മതിച്ചു. അങ്ങനെയാണ് എന്നും മഹാബലി പാതാളത്തിൽ വരുന്നത്. അപ്പോ ചിന്നു പറഞ്ഞു ചോദിച്ചു, ഞങ്ങള് പൂക്കൾ പൊട്ടിക്കാൻ പോയിക്കോട്ടെ. അപ്പൊ നോക്കിയിട്ട് എന്താ, ഓല ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു വീട്. ഹായ്, നല്ല വീട്. അങ്ങനെ അതൊങ്ങാണ്ട് അവർ അമ്പലത്തെ ശ്രദ്ധിക്കൊണ്ടിരിക്കണോ. അവിടെ 2 ഊഞ്ഞാലിട്ട് വെച്ചിട്ട് ഒരു മാവില്. അപ്പൊ അത് 2 പ്രാവശ്യം നാടി നോക്കിയപ്പോ മാവേലിയുടെ ഇഷ്ടമുള്ള ഒരു കുഞ്ഞു പൂക്കള്. നിങ്ങൾക്ക് അറിയില്ല ആ പൂക്കള്? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. തുമ്പപ്പൂക്കളും അല്പം പറിച്ചിട്ട് തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ 2 പേരും നല്ല ചിരിച്ചും കളിച്ചും എല്ലാം വളർന്ന് വലിയ കുട്ടികളായി മാറി. നിങ്ങൾക്ക് ഈ കഥകൾ ഇഷ്ടമായി?